സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൊണാൾഡോന്റെ പാക്കിൽ നമ്മുടെ അതിൻ്റെ ഒരു പ്ലെയർ ഉണ്ട്. അതായത് ഗൈസ്, നമുക്ക് ഓൾറെഡി നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാർഡ് കിട്ടിയിരുന്നു. ഹൈലൈറ്റ് അല്ല, 5 സ്റ്റാർ കാർഡ് കിട്ടിയിരുന്നു. അതായത് നമ്മുടെ ഓൾറെഡി എന്താ പറയുക, നമ്മുടെ 2200 കോയിൻ നമ്മൾ റൊണാൾഡോന്റെ പാക്കിൽ കറക്കിയായിരുന്നു മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിന് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയവരൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പോൾ മച്ചാമാരെ, ഞാനിനി വിചാരിക്കും നമ്മൾ ലൈവിൽ വരുന്ന സമയത്ത് ഓൾറെഡി ഞാൻ വിചാരിക്കും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഭാഷ നമ്മൾ ലാംഗ്വേജ് ഇട്ടിരിക്കുന്ന മാച്ചിൽ ഇംഗ്ലീഷാണ്. ഇനി മുതൽ നമുക്ക് ജാപ്പനീസ് ഒക്കെ സെറ്റ് ചെയ്താലുണ്ട്, കാരണം കേൾക്കാൻ നല്ല രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാ ജസ്റ്റ് കമന്റ് ചെയ്യാം, എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു പ്ലെയറിനെ കാണിച്ചു തരാം. അപ്പോൾ മച്ചാമാരെ, നമുക്ക് ഇവിടെ ഓപ്പോണന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാൻ കഴിച്ചു മച്ചാമാരെ. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ ഡിവിഷൻ 3 ഏരിയ ആയതുകൊണ്ട് ഡിവിഷൻ 2ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അങ്ങനെ മാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇതിലാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു DMF പ്ലെയർ ആണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ റെനാറ്റോ വിയേഗ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവിൽ വന്നപ്പോഴാണ് നമ്മുടെ മച്ചാൻ പറഞ്ഞത് ഈ ഒരു കാർഡ് അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പം എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാർഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്. നോക്കുകയാണെങ്കിൽ ബെബേറ്റും ഉണ്ട്, CF ആയിട്ട് മാർട്ടിനസ് ആണ് മാനേജർ. പിന്നെ അത്യാവശ്യം നല്ല കുറേ പ്ലേയേഴ്സ് ഉണ്ട്, കിമ്മിച്ചുണ്ട്, പിന്നെ നമ്മുടെ പോൾബേക്കാർഡും ക്യാൻഡിയും പിന്നെ ഫാൻറ്റീജിക്കാണ് ഡിഫൻസിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്യാസ്പറിനെയാണ് നമ്മുടെ മാനേജർ. അപ്പം നിങ്ങളുടെ മാനേജർ ആരെയും ജസ്റ്റ് കമന്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കുന്ന ഓൾറെഡി നമ്മുടെ ഡെനിസ് ലെവനാണ്. കാരണം നമ്മുടെ എല്ലാ മാച്ചിലും CF ആയിട്ട് എടുക്കുന്നത് നമ്മുടെ സുവാരസിനായിരിക്കും. ഞാൻ ഇപ്രാവശ്യം വെറൈറ്റിക്ക് വിചാരിച്ചു നമ്മുടെ സുവാരസിനെ തന്നെ കിടക്കട്ടെ ഗൈസ്. കാരണം ഓൾറെഡി നമുക്ക് അടുത്ത മാച്ചിന് എങ്ങനെ സെറ്റ് ആക്കാം. കാരണം ഓൾറെഡി ഡെനിസ് ലെവന്റെ ഫ്രീ കാർഡൊന്നും ഇതുവരെ വന്നില്ല. എന്നുവെച്ചാൽ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഇന്നിപ്പോൾ ഞായറാഴ്ച, ഇനി വരും മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ ഓൾറെഡി നമ്മുടെ അപ്ഡേറ്റ് എത്തി. 2026 കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ കൊനാമി മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഫസ്റ്റ് ടച്ച് നമ്മുടെയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ബാർസലോണ വേഴ്സസ് ബാർസലോണ കേട്ടോ. സുവാരസ് ടു വിയേഗ എടാ. ഫസ്റ്റ് ടച്ചിന് പോയല്ലോ. മെസ്സി എടാ. ഇതെന്താ ആരും ഡിഫൻസ് ചെയ്യാനൊന്നുമില്ലേ? പിടിക്കടാ അങ്ങോട്ട്. ബെക്കംബർ, കക്ക, സുവാരസ്. മച്ചാറിൻ്റെ സെലക്ഷൻ കോൺട്രാക്ട് നിങ്ങൾ എടുത്തവരൊക്കെ എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗ്രീസ്മാൻ മച്ചാവരുടെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ആരും ഫ്രീ ഒന്നും ഇതാക്കിയൊക്കെ ഗ്രീസ് ഒരു അടിക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു. റൈസ് ഒന്ന് എടുത്തു മച്ചാവരുടെ. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ഈ ഒരു മാച്ചിൽ ഡെക്ലാൻ റൈസും ഉണ്ട് കേട്ടോ. അതായത് 2 മറ്റേ ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡുകളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് ഗ്രീസ്മാൻ ടു നമ്മുടെ ഗൈസ് കറക്റ്റ് ടേൺ ആയിരുന്നു. അപ്പത്തേക്ക് ചെക്കൻ വന്നിട്ട് എടുത്തു തരികയാണ് ഗൈസ്. കക്ക ഒരു ഷോട്ട് കൂടെ അടിച്ചു നോക്കാം. അർണോൾഡ് ഗൈസ്, ഈ ഒരു കാർഡും അടിപൊളിയാട്ടോ. ഓഡേ കാർഡ്, ഈ ഒരു കാർഡ് അടിപൊളി. അപ്പം മച്ചാവരെ ഓൾറെഡി നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് മാർട്ടിനസിന്റെ മാനേജറൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളാരും എടുത്തവരുടെ കമന്റ് ചെയ്യുക. എടാ നല്ലൊരു ഷോട്ട്, എടാ അടിപൊളി ഷോട്ട് കേട്ടോ. സക്കയാണ് ഗൈസ്. അതും എനിക്ക് തോന്നുന്നു ആ ഒരു കാർഡിലുണ്ടായിരുന്ന നല്ലൊരു കാർഡ് തന്നെയാണ് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ നോമിനേറ്റിംഗ് കാർഡൊക്കെ അത്യാവശ്യം നല്ലതൊക്കെ വരുന്നുണ്ട്. കാരണം കുറേ പേര് അന്നേരം നമ്മളായപ്പോൾ നോക്കൂലടാ ഓക്കെ. ഗ്രീസ്മാൻ ടു മച്ചാവരുടെ ബെയിൽ എടുത്തവരൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഗൈസ് ഓൾറെഡി ഞാൻ ഈ ഒരു ഗ്രീസ്മാൻ്റെ കാർഡ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇറക്കും. കാരണം നല്ലൊരു കാർഡാണ്, നമുക്ക് അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ്. ഒടേ കാർഡ് ടു വിയേഗ ഗൈസ്. ഇതാട്ടോ നമ്മുടെ ആ ഒരു കാർഡ്. ഓക്കെ, നല്ലൊരു ചാൻസ് എടുത്തിട്ടുണ്ട് ഗ്രീസ്മാൻ. ഓക്കെ, ഗ്രീസ്മാൻ ടു നമുക്ക് പാസ് കൊടുക്കാം. ഓക്കെ, സുവാരസ്. ഓക്കെ, ഒരു ഷോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് തന്നെ ഷോട്ട് അടിച്ചിട്ടുണ്ട്. 20-ാം മിനിറ്റിൽ അങ്ങനെ ഫസ്റ്റ് ഗോൾ നമ്മൾ കയറിയിട്ടുണ്ട് മച്ചാവർ. ഓൾറെഡി നമ്മൾ സെലിബ്രേഷൻ എടുക്കുന്നത് നമ്മുടെ തമ്പിലേയും കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മച്ചാവർ ഓൾറെഡി തന്നെ എന്താ പറയുക, ഫസ്റ്റ് തന്നെ അടിച്ച് കയറി നമ്മൾ കറക്റ്റ് ഒരു ഗ്രീസ്മാൻ്റെ പാസ് ആയിരുന്നു. മച്ചാവർ ഓൾറെഡി വണ്ടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വരുന്നത്. പിന്നെ മച്ചാവർ നല്ല മഴയുണ്ട്. അപ്പം ഗൈസ്, അപ്പോൾ ഫസ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓപ്പോണന്റ് ഇറങ്ങി തോന്നുന്നു മച്ചാവർ. ഇതുപോലെ ആകെ ഒരു 5 മാച്ച് കിട്ടിയാൽ മതി, നമ്മൾ അപ്പം തന്നെ ഡിവിഷൻ 2ലേക്ക് എത്തും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫിഫയൊക്കെ കളിക്കുന്നവരുടെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഓപ്പോണന്റ് പോയി തോന്നുന്നു. നമുക്ക് അടുത്ത മാച്ചിലോട്ട് പോവാം, കാരണം ഈ ഓപ്പോണന്റ് സ്കിപ്പ് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ മാച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു മാച്ചിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ അടുത്ത ഓപ്പോണന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് മച്ചാവർ. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു സ്ക്വാഡ് എങ്ങനെയുണ്ട്, നിലവിൽ എങ്ങനെയുണ്ടെന്ന് അറിയാം മച്ചാവർ. ഓൾറെഡി നോക്കുകയാണെങ്കിൽ സ്റ്റേഡിയം കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ആടാ ഈ ഒരു DMF പ്ലെയറിനെ ഇറക്കാൻ പറ്റില്ല. നമ്മുടെ റെനാറ്റോന്റെ സ്റ്റാറ്റസ് ശരിയല്ല, താഴേക്കാണ്. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് നമ്മുടെ സാബിയണ്ണനെ അങ്ങ് ഇറക്കാം. സാബിനെ ഇറക്കാൻ കഴിയും. കാരണം ഓൾറെഡി കുറഞ്ഞ് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം കളിച്ചുകൊണ്ടിരിക്കും. എടാ സാബി നല്ല ഫോമിലാണല്ലോ കഴിച്ചത്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഓൾറെഡി കാർഡ് ഇവിടെ കിടന്നോട്ടെ, നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇറക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് എങ്ങനെയുണ്ട് നോക്കാൻ കഴിച്ചത്. അപ്പം ഓപ്പോണന്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന് കഴിച്ചപ്പോൾ സാബിയുടെ ഒരു കിടിലൻ ടീമാണ്. നോക്കുകയാണെങ്കിൽ പെട്രിയുണ്ട്, ബെയിലുണ്ട്, ഡബിൾ ബൂസ്റ്റർ ബെയിലാണ്. എൻ്റെ പൊന്ന് കഴിച്ചപ്പം AMF ആയിട്ട് ഇത് വേറെ ഏതൊക്കെയോ കാർഡുകളൊക്കെ ഉണ്ട് നോമിനേറ്റിംഗ് കാർഡിൽ വന്ന്. മച്ചാമാരുടെ മാൾഡിനെയാണ് അവരുടെ ക്യാപ്റ്റൻ. ഹെർണാണ്ടസ്, ബാസ്റ്റണി, ആ ഒരു കോംബോയാണ്. പോസ്റ്റായിട്ട് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എനിക്കൊന്ന് ലോക്ക് ചെയ്തൊരു കോംബോയാണ്.
ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്പോണന്റാണ് ഗൈസ്. അപ്പം നിങ്ങൾ തന്നെയാണെന്ന് ജസ്റ്റ് പറയാൻ പറ്റില്ല മച്ചാൻ. ഓൾറെഡി നിങ്ങൾ കമന്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ചിലപ്പോൾ നമ്മുടെ കൂടെ മാച്ച് കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വന്നപ്പോൾ കമന്റിൽ കണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബറിനോടാണ് നമ്മൾ ഡിവിഷൻ മാച്ച് കളിച്ചത്. അപ്പം മച്ചാൻ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മെസ്സി ടു ഇതെന്താ നെറ്റ് വരുന്നില്ല ഗൈസ്. ഓൾറെഡി ഞാൻ എന്താ വെച്ചാൽ ഇനിയിപ്പം ഇംഗ്ലീഷ് ഇട്ടേക്കുന്നത് അത് മാറ്റാട്ടോ. ലാംഗ്വേജ് നമുക്ക് സെറ്റ് ആക്കാൻ കുറച്ച് ജാപ്പനീസ് ഒക്കെ അടിപൊളിയാണ്, കേൾക്കാൻ നല്ല രസമുണ്ട്. ഗാഡിയോള ടു നമ്മുടെ എംബാപ്പയിലോട്ട് ടു ഗൈസ്. എടാ മെസ്സി എടാ ആരും ഇതാക്കാൻ പോലും ഇല്ലേ. ഓക്കെ ടോണി എടുത്തിട്ടുണ്ട്. ഓക്കെ ടോണി ആഡംസ് ടു ഇതെന്താ അനങ്ങാത്ത മച്ചാൻ. ഓൾറെഡി എന്താ വെച്ചാൽ ഇപ്പം ഈ ഇടയ്ക്കായിട്ട് സംഭവം സ്ക്രിപ്റ്റിങ് എല്ലാം ഉണ്ട് ഗൈസ്. മച്ചാവരുടെ മാസ്റ്റർ ലീഗ് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കക്ക ഒരു ഷോട്ട് എടാ ബാസ്റ്റണി ഇവൻ്റെ കാല് കെട്ടിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഷോട്ട് കിട്ടിയത് സാബി. ഓക്കെ ബാക്കോട്ട് എടാ ഇവനാണെങ്കിൽ തട്ടി കഴിഞ്ഞിട്ട് പോവുകയാണ്. മറ്റേ ബെലിംഗം കഫു നല്ലൊരു ചാൻസ് എടുത്തിട്ടുണ്ട്. കഫു ടു മെസ്സി ടു നമുക്ക് കുറച്ച് നേരം വിട്ട് കറക്റ്റാണ് അവിടെ. ബാക്കോട്ട് ടോണി ആഡംസ് ടു സാബി ബെല്ലിംഗം കക്ക എടാ ബെല്ലിംഗം ഗാഡിയോള എടാ കിട്ടിയിട്ടുണ്ട്. ഡെന്നിസ്ലോ മച്ചാവരുടെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇതിനകത്ത് ഞാൻ വിചാരിച്ചു നമ്മുടെ ഡെന്നിസ്ലോനെ ഇറക്കാന്ന് വെച്ചു. കാരണം കുറേ ദിവസമായി നമ്മൾ എപ്പോഴും ഇറക്കണം എന്ന് വെക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും എടാ എംബാപ്പെ ഒരു ഷോട്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റണ്ണിങ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം തിരിച്ചടിക്കണം എന്തായാലും ഗൈസ്. ഓൾറെഡി എന്താ പറയുക നമ്മൾ ഇത് നോക്കണം എന്നെ ഗൈസ്. നല്ല രീതിക്കുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇത് അടിപൊളിയായിട്ടോ. കാരണം ഓൾറെഡി നമുക്ക് 60 FPS കിട്ടുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഇത് കിട്ടും. കാരണം ക്യാമറമാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ 90 FPS അത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും ഗൈസ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. കഫു ടു മെസ്സി മച്ചാവരുടെ ഓവർ ഹീറ്റ് ആവും, അതാണ് പ്രശ്നം. ബെല്ലിംഗം നല്ലൊരു ചാൻസ് എടുത്തിട്ടുണ്ട്. കക്ക ഓക്കെ ഡെന്നിസ്ലോ അവിടെ ഇത് അടിക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഒരു ഗോൾ സെലിബ്രേഷൻ കിടക്കട്ടെ എന്തായാലും നമ്മുടെ ഡെന്നിസ്ലോൻ്റെ ഗൈസ്. അപ്പം ആശയം പവറാണ്. ഓൾറെഡി എനിക്കിത് നമ്മുടെ ആ സെക്കൻഡ് ട്രൈ എങ്ങാണ്ട് കിട്ടിയൊരു കാർഡാണ്. എനിക്ക് ഒരു സമയത്ത് 2 അങ്ങനെ അടിച്ചിട്ടുണ്ട്. അതായത് MSN പാക്കിൽ സുവാരസും ഇതുപോലെ 100 പിന്നെ ഡെന്നിസ്ലോ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ട്രൈ കണ്ടു കിട്ടി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രൈയിൽ കിട്ടിയവരൊക്കെ ഉണ്ടായ കുറേപ്പാട് കമൻറ്റ് ചെയ്യുക. കുറേ പേർക്ക് റൊണാൾഡോയൊക്കെ 100 പോയിന്റ് കിട്ടി. അതാ ഞാൻ പറഞ്ഞത് മച്ചാൻ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചെയ്യുക. എന്തായാലും കറക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കറക്കുക. പിന്നെ കുറേ പേരൊക്കെ നല്ല രീതിക്കുള്ള കോയിൻ സേവ് ചെയ്തവരൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ആരും വിഷമിക്കേണ്ട. നമുക്ക് എന്തായാലും എല്ലാ എപ്പിക്കും ഒരു എപ്പിക്കൊക്കെ കിട്ടുന്ന ടൈം ഉണ്ട് എല്ലാവർക്കും. ഓക്കെ എടാ നല്ലൊരു ഇപ്പോൾ അടുത്ത സ്റ്റണ്ണിങ് വന്നേരം പെട്രി ഗൈസ്. ഇപ്പം തന്നെ അടി വന്നേരം. ഓക്കെ കാക്ക ഗൈസ്. ഇനി നമ്മൾ ഇത് വിട്ടു കൊടുക്കരുത് കേട്ടോ. മെസ്സി ഓക്കെ മാർട്ടിനെ കവർ ചെയ്തു. ഓക്കെ മെസ്സി എടാ ഇത് കിട്ടും എടാ. ഇവൻ ഫ്രീ ആയിരുന്നു നമ്മുടെ ആരെന്നല്ലോ ഡെന്നിസ്ലോ ഫ്രീ ആയിരുന്നടാ ഗൈസ്. അത് കിട്ടിയില്ല സംഭവം. മച്ചാവരുടെ നെയ്മർ നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട്. നെയ്മർ ഓക്കെ എടാ ബക്കോ. ഓക്കെ ഡെന്നിസ്ലോ അടിച്ചോ എടാ ഓക്കെ നെയ്മർ നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഒരു ഷോട്ട് എടാ അത് കറവ് ശരിയായില്ല. കാരണം ഓൾറെഡി മച്ചാവരുടെ അവരവിടെ കറക്റ്റ് നിൽക്കുന്നുണ്ട്. ഒരു സ്റ്റണ്ണിങ് നടിക്കാൻ ടൈം കിട്ടിയില്ല. കഫു ഓക്കെ ഡെന്നിസ്ലോ എടാ കിട്ടി ഇത് കിട്ടും. ഈ ചെക്കന്മാരെ കൊണ്ട് ഗൈസ്. അപ്പം മെസ്സി ഒരു കറവ് അടിക്കാം എടാ. ഏറ്റവും പൊട്ടി ഗൈസ്. ഹെർണാണ്ടസൊക്കെ തലയ്ക്കല്ലേ കിട്ടി മച്ചാവരുടെ ഗരത് ബെയിൽ ഗൈസ്. ഇതിൽ ഓൾറെഡി നമ്മുടെ ബെയിലുണ്ട് കേട്ടോ. ഡബിൾ ബൂസ്റ്റർ ബെയിലാണ് മച്ചാവരെ വന്നതിൽ ഏറ്റവും നല്ലൊരു കാർഡാണ് ഈ ഒരു ബെയിലിൻ്റെ കാർഡ്. ഇതുവരെ വലിയ പവറും കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടില്ലാത്തൊരു നല്ല കാർഡാണ് ബെയിൽ. ഓൾറെഡി ബ്ലിറ്റ്സിനൊക്കെ അടിപൊളിയാണ്. അപ്പം മച്ചാവരുടെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ട് ഈ കാർഡ് തന്നെ 2 എണ്ണമൊക്കെ. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം വന്ന് വെയിൽ കിട്ടി, കഴിഞ്ഞ പ്രാവശ്യം വെയിൽ കിട്ടിയവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യാൻ മച്ചാവരുടെ നല്ലൊരു പാസ് കിട്ടിയിട്ടുണ്ട്. നെയ്മർ പോസ്റ്റേട്ടാ ഗൈസ്. ഓൾറെഡി നമ്മൾ റുട്രീഗറിനൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായി. ഇനിയിപ്പം അടുത്തൊക്കെ റുട്രീഗറിനെ ഇറക്കണം. കക്ക ഓക്കെ മെസ്സി ടു പാസ് കക്ക ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട്. മെസ്സി മാലിനി കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ബ്ലിറ്റ്സ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഒലിവർ ഖാൻ എന്തായാലും അടിച്ചുവിട്ടിട്ടുണ്ട് മച്ചാമാരെ. ഓൾറെഡി നമ്മളും ഒലിവർ ഖാനെയാണ് എടുത്തത്. പക്ഷേ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ മാഗ്നിയറാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി BBC ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. പക്ഷെ മച്ചാവൻ ഓൾറെഡി ബെയിൽ എടുത്താൽ മതിയായിരുന്നു. അതെന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ബാക്കി 2 കാർഡും ഉണ്ട്. റൊണാൾഡോ ഉണ്ട്, ബെൻസിമയും ഉണ്ട്. പക്ഷെ ബെയിലില്ല. അപ്പോൾ ആ ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു MSN BBC ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. ഫസ്റ്റ് ഹാഫ് MSN സെക്കൻഡ് ഹാഫ് നമ്മുടെ BBC ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. ഇനി അല്ലെങ്കിൽ ഞാനൊന്ന് ഇറക്കട്ടെ. ബെൻസിമിനൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പം മെസ്സിയാണ് അടിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കി ഒരു കിടിലൻ ഷോട്ട് ഒലിവർ എടുത്തു മച്ചാവരെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും ഫസ്റ്റ് ഹാഫ് ആവും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് അവരൊന്ന് ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 4 ഷോട്ട് അടിച്ചു. അത് ബാക്കിയെല്ലാം പുറത്തേക്ക് പോയി. അല്ല ഗോളി പിടിച്ചു. സുവാരസ് ടു സാബി ടു നമ്മുടെ റോബർട്ടോ കാർലോസ്
ഒരു നല്ല പാസ് ഗൈസ്. അപ്പോൾ വീണ്ടും നെയ്മർ ടു ഓക്കെ എടുത്ത് റോബർട്ടോ കാർലോസ് നല്ലൊരു ചാൻസ് ഉണ്ട് ഗൈസ്. എടാ അതൊരു മച്ചാടാ പോയടാ. ബെല്ലിംഗം, ഗാർഡിയോള, മെസ്സി. എടാ നല്ലൊരു ചാൻസ് വരുന്നുണ്ട്. ഗാരത്ത് ബെയിലിൻ്റെ ഒരു ചാൻസ് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. വല്ല ബിറ്റ്സും അങ്ങനെയാണെങ്കിൽ നമ്മൾ പെടും. ഇല്ല, അപ്പോഴത്തേനും നമ്മുടെ റോബർട്ടോ കാർലോസ് എടുത്തു. ഓക്കെ നെയ്മർ ഗൈസ്. കുറച്ച് പേരൊക്കെ നമ്മളോട് ചോദിച്ചായിരുന്നു മറ്റേ സെർജിൻഹോ LB ആയിട്ട് യൂസ് ചെയ്തൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ അവരുടെ നല്ലൊരു ചാൻസ്. അതെന്തിനാ അവിടെ കൊണ്ടുപോയി പാസ് കൊടുത്താൽ പക്ഷേ ത്രൂ പാസ് കൊടുത്താൽ അനാവശ്യമായിട്ട് കളഞ്ഞു. ഹെർണാണ്ടസ്, ബെയില് മറ്റവരുടെ ഓക്കെ. ഹെർണാണ്ടസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ബെക്കംബർ ഗൈസ്. ഓൾറെഡി ചില സമയത്ത് സീനൊന്നുമില്ല കേട്ടോ ഗൈസ്. കന്നവേരൻ എടുത്തവരൊക്കെ കമൻറ്റ് ചെയ്യുക. കാരണം കന്നവേര എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് പേരൊക്കെ പറഞ്ഞു കന്നവേര ഇപ്പം എന്തൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. പവർ കുറഞ്ഞോ അതൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ബെക്കംബർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. സാബി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മച്ചാവരെ. ഓക്കെ സാബി ടു നമ്മുടെ നല്ലൊരു പാസ്. നെയ്മർ എടാ ഇത് കിട്ടി. ഗോളിയില്ല ഗൈസ്. സുവാരസ് ഗൈസ് അപ്പോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ. എന്തായാലും നമ്മുടെ സെർജിൻഹോനെ വെച്ചിട്ട് മച്ചാവരെ ഓൾറെഡി. അപ്പോൾ നല്ലൊരു കാർഡാണ് ഈ ഒരു കാർഡ്. ഞാൻ പറഞ്ഞില്ല മച്ചാവരെ ഓൾറെഡി. എൻ്റെ പൊറ്റി കഴിച്ചത് എന്ത് സംഭവിച്ചാണ് നാട്ടിൽ അടിച്ചു കേട്ടോ. അതായത് മാൾഡിന് കയറി വന്നു. അപ്പം തന്നെ കറക്റ്റ് ഒരു ഷോട്ടായിരുന്നു. എന്തായാലും അടിപൊളി ഒരു ഷോട്ട് കേട്ടോ. ഞാനത് പ്രതീക്ഷിച്ചില്ല മച്ചാവൻ. എന്തായാലും ഗാർഡിയോള ഓക്കെ. കോസ്റ്റാട്ട ഗൈസ്. ഇനി നമുക്ക് വീണ്ടും അടിക്കണം. ഓക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്തൊരു ചാൻസ്. സാബി, നെയ്മർ ഓക്കെ. നല്ലൊരു ചാൻസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അവിടെ കയറി. സെർജിൻഹോ ടു ഏടാ ഗൈസ്. അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കിട്ടിയില്ല. ബെല്ലിംഗ ഗൈസ്. അപ്പം സാബി ഗൈസ്. ഈ ഒരു സാബിൻ്റെ കാർഡ് അടിപൊളിയായിട്ടോ. കാരണം എത്ര ഡിഫൻസാണ് വെച്ചാൽ അവർ ചെയ്തേക്കുന്നത് ഇപ്പം തന്നെ ഗൈസ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം. കാരണം എന്താണെന്ന് അറിയാം, ഇവിടെ കിടന്ന് തിരിഞ്ഞ് കളിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ എപ്പോഴാണ് മിസ് പാസ് കൊണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കളികൾ വരും. കാരണം ഞാനത് അറിയാണ്ട് ഹെഡും കൊടുത്തു പോയി. മാൾഡിനി ടു ഹെർണാണ്ടസ് ഒരു ലോങ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ വീണ്ടും സെർജിൻഹോ. എംബാപ്പെ റോബർട്ടോ കാർലോസ് എടുത്തു ഗൈസ്. ഓൾറെഡി മെസ്സിൻ്റെ അടുത്ത് എത്താത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. സാബി, നമ്മുടെ നെയ്മർ ഓക്കെ. നല്ലൊരു പാസ്. നല്ലൊരു പാസ്സായിരുന്നു. അത് ഗാർഡിയോളൻ്റെ കറക്റ്റ് അടുത്തേക്ക് വന്നു. ഓക്കെ മെസ്സി ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ബെക്കംബർ ഗൈസ്. അപ്പം വീണ്ടും ഗാർഡിയോള ഒരു സ്റ്റണ്ണിങ് ഷോട്ട് മച്ചാവരുടെ. അപ്പം സംഭവം പുറത്തേക്കാണ് അവന്മാർ അടിച്ച് കളഞ്ഞേക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് മാനുവൽ ടു സുവാരസിലേക്കാണ് തോന്നുന്നു. സുവാരസ് ടു ഗൈസ്. അപ്പോൾ ഗ്രീസ്മന് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മൻ ടു നമ്മുടെ സുവാരസ് ഓക്കെ. നല്ലൊരു ചാൻസ് ഉണ്ട്. അടിച്ചോ. അത് പോയടാ ഗൈസ്. ഞാൻ വിചാരിച്ചെന്താ അറിയോ, സ്റ്റണ്ണിങ് അടിക്കാന്ന് വിചാരിച്ചു. അതിന് മൂന്നാളും കൂടെ ലോക്കാക്കിയപ്പോൾ പെട്ടെന്ന് അടിച്ചു പോയി ഗൈസ്. ചാൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. കഫു ഓക്കെ. ഗൈസ് നമ്മൾ ഒഡേഗാർഡിനെ ഇറക്കി കേട്ടോ. ഒഡേഗാർഡ് ഇറക്കി. പിന്നെ കുറച്ചധികം പ്ലേയേഴ്സിനെ സബ് ചെയ്തിട്ടുണ്ട്. ഗ്രീസ്മൻ ടു ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. റോബർട്ടോ കാർലോസ്, സാബി ടു വീണ്ടും നമ്മുടെ ഗ്രീസ്മൻ ഓക്കെ. ഒരു പാസ്. സാബി അലോൺസോ കിട്ടി. ഗ്രീസ്മൻ, സുവാരസ് അടിച്ചോ. ഗ്രീസ്മൻ അടിച്ചോ. അതും പോയി. സെർജിൻ അടിച്ചോ. അത് ഗോളി പിടിച്ചു മച്ചവരുടെ. നല്ലൊരു പാസ്സായിരുന്നല്ലോ. ത്രൂ പാസ് കൊടുത്താൽ മതി. ഞാൻ സത്യത്തിൽ ഇവനവിടെ നിൽക്കുന്ന കാര്യം ശ്രദ്ധിച്ചില്ല. അവിടെ അല്ലെ നമുക്ക് ഒരു ഗോൾ അവിടെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. അത് നടന്നില്ല മച്ചവരെ. ബെയില് നല്ലൊരു പാസ് വീണ്ടും ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ മിസ് പാസ് ലാസ്റ്റ് അങ്ങനെ സംഭവിക്കില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മച്ചവരെ പറയുകയാണെങ്കിൽ അടിപൊളി മാച്ചായിരുന്നു. നോക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ഷോട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് 9 ഷോട്ടാണ് അടിച്ചേക്കുന്നത്. എന്തൊക്കെ ഒബ്ജക്റ്റീവ് കിട്ടിയിട്ടുണ്ട്. ഷോട്ട് ഓൺ ടാർഗറ്റ് 7. മച്ചാവരുടെ അവർ 6 സേവ് നടത്തിയിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഗോളും എന്തായാലും 2 ഗോൾ കയറിയാണ് മച്ചാവൻ. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ചിലപ്പോൾ ടെന്നീസ് നാബിൽ ഫെക്കീർ മച്ചാവൻ മാൾഡിനെയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ടെന്നീസിലാണ് സെർജിൻഹോയാണ്. അപ്പോൾ മച്ചാവൻ ഇന്നത്തെ വീഡിയോത്തുള്ള ഉറപ്പായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.